ഈ ബാ എന്ന് പറയുന്നത് ബെഗ്, ബ്രൈവ്, ബ്രാഗ്, അതിന് പകരം വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന T.S. എലിയറ്റിൻ്റെ ഒരു കവിതയുണ്ട്. നോബൽ പ്രൈസ് കിട്ടിയ റൈറ്ററാണ്. പുള്ളിയുടെ വേസ്റ്റ് ലാൻഡ് 5 അധ്യായങ്ങളാണുള്ളത്. 5ാമത്തെ അധ്യായത്തിൽ അവസാനം വാട്ട് ദ തണ്ടർ സെഡ് എന്ന് പറയുന്ന ഒരു അധ്യായം എന്ന് പറഞ്ഞാൽ എന്താണ് ഇടിമിന്നൽ പറഞ്ഞത് എന്നാണ്. ഇത് ബൃഹദാരണ്യ ഉപനിഷത്തിൽ നിന്നെടുത്തിട്ടുള്ള 3 വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഈവൻ ദോ ഹീസ് എൻ ആംഗ്ലിക്കൻ അമേരിക്കൻ പോയറ്റ്, ഹി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ഓറിയന്റലിസം എന്ന് പറയും. പാശ്ചാത്യ തത്വ ദർശനങ്ങളൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളായിരുന്നു. അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ പുള്ളി ബൃഹദാരണ്യ ഉപനിഷത്തിലെ 3 വാക്കുകളാണ് എന്താണ് ഇടിമിന്നൽ പറഞ്ഞത് എന്നുള്ളതിന് ഇതായിട്ട് എടുത്തത്. അതിങ്ങനെയാണ്: ദത്ത, ദേദ്വം, ദാമ്യത. ദത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഗീവ് എന്നാണ്, കൊടുക്കുക. ദയദ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി കമ്പാഷനേറ്റ്, സഹാനുഭൂതി ഉള്ളവരായിരിക്കുക. ദമ്യത എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദമ്യം എന്ന് നിങ്ങൾ കേട്ടില്ലേ? അദമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിഞ്ഞാണില്ലാത്ത അദമ്യമായ ആഗ്രഹം കൊണ്ട് ഞാൻ ചുരുണ്ടുപോയി എന്നൊക്കെ പറയും. ദമ്യത എന്ന് പറഞ്ഞാൽ കൺട്രോളാണ്. ഏത് കൺട്രോളാ? I can control you with a gun. I can control you. I can control you with a lump of money. I can control you. But how can I control myself? ഞാൻ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? എന്നെ കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഓടിക്കാനായിട്ട് പാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും ഓടിയെന്നിരിക്കും. ഞാൻ ഓടില്ല. കാരണം എനിക്ക് മറ്റുള്ളവരെ മാറ്റാനും ചലിപ്പിക്കാനും കഴിയുന്നതുകൊണ്ട് എനിക്ക് എന്നെ മാറ്റാനും ചലിപ്പിക്കാനും കഴിയില്ല. എൻ്റെ പേടികൾ, ആശങ്കകൾ, എൻ്റെ പ്രശ്നങ്ങൾ, ഇതൊന്നും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം ദമ്യത എന്ന് പറഞ്ഞാൽ സെൽഫ് കൺട്രോളാണ്. ഹൗ ഡു യു കൺട്രോൾ യുവർ സെൽഫ്? മറ്റൊരാളേക്ക് പറഞ്ഞാൽ പോട്രാ, പ്രശ്നമൊന്നും ഉണ്ടാക്കണം, ഞാൻ പോരെ എന്ന് പറയാം. പക്ഷെ നിങ്ങൾക്ക് പലപ്പോഴും അത് ചെയ്യാൻ കഴിയാറില്ല. മറ്റൊരാളോട് നമുക്കത് പറയാൻ കഴിയും. ഈ 3 വാക്കുകളാണ്. ദത്ത എന്ന് പറഞ്ഞാൽ കൊടുക്കുക, എല്ലാവർക്കും കൊടുക്കുക. ഇവിടെ മറ്റെന്താണ്? ബാ, ബെഗ്, തരിക, തരിക എന്നാണ് പറയുന്നത്. എലിയറ്റിൻ്റെ വേസ്റ്റ് ലാൻഡിൽ പറയുന്ന ആദ്യത്തെ വാദ്യം നോക്കൂ. ദത്ത, കൊടുക്കുക, കൊടുക്കുക, കൊടുക്കുക. പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്താ? തരണേ, തരണേ, തരണേ. ഇങ്ങനെയുള്ള കൈയാണ്. ഇത് കൊടുക്കുന്ന കൈയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം സംഭവിക്കേണ്ടത്. ദത്ത. ദയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയ, മറ്റുള്ളവരുടെ സഹാനുഭൂതി. മനുഷ്യരോട് മാത്രമല്ല, ഏറുകൊണ്ട് ഒരു പട്ടിയോട് കൂടി നമ്മളത് കാണിക്കണം. എല്ലാ ജീവികളോടും, സമസ്ത ജീവികളോടുള്ള ഒരു ദയ, കമ്പാഷൻ. ഇതാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിലൂടെ ആദ്യം എടുക്കേണ്ട കാര്യം. ആരും അന്യരല്ലെന്നും എല്ലാവരും തുല്യരാണെന്നുള്ളൊരു ബോധം. അപ്പോഴാണ് സഹാനുഭൂതി ഉണ്ടാകുന്നത്. ഒരേ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. DNA കുറിച്ചൊക്കെ നമ്മൾ അറിയുമ്പോൾ, ജീൻ പൂളിനെ കുറിച്ച് അറിയുമ്പോൾ ദർ ഇസ് നോ ഡിഫറൻസ് ആക്ച്വലി. ദമ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് കൺട്രോൾ. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്നോണം അല്ല. അപ്പം ഞാൻ പറയുന്നത് ഈ ബാ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ബ ബ ബ ആയി പോകും. എന്നാൽ പക്ഷേ ഈ ദാ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി എ ക്ലാസ് പേഴ്സൺ ഫോർ ഷുവർ.